ഈ ഒരു വീഡിയോ കാണാൻ നിൽക്കുന്ന നിങ്ങൾ എല്ലായിടത്തും ആദ്യമേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എപ്പോൾ വേണമെങ്കിലും യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഡിലീറ്റ് ചെയ്തപ്പെട്ടേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ചാനലിനെ വരെ ബാധിച്ചേക്കാം. അത്തരത്തിലുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് ഞാനെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടന്റിലൂടെ ഏതെങ്കിലും മതത്തിനെ അപകീർത്തിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഞാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം ഒരു സംശയം മാത്രമാണ്. ആ ഒരു സംശയം ഞാൻ നിങ്ങളിലേക്ക് കൂടി പടർത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് കൂടി ചോദിക്കുകയാണ്. ഞാനിത് ചോദിക്കാൻ പോകുന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരടുത്ത് ചോദിക്കാം, നിങ്ങളെ കുടുംബക്കാരടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് പരിചയമുള്ള ആരെടുത്ത് വേണമെങ്കിലും നേരിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്തോ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരുടെ അടുത്ത് എനിക്ക് അന്ന് ചോദിക്കാൻ കഴിയാതിരുന്ന ആ ഒരു ചോദ്യം ഇന്ന് പബ്ലിക്കിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോവാണ്. ആരെങ്കിലും ഉത്തരം തരുമെന്ന പ്രതീക്ഷയിൽ. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്: ചന്ദ്രൻ അല്ലെങ്കിൽ അമ്പിളിമാമൻ മൂന്നെന്നെല്ലാം വിളിക്കുന്ന ആ സംഭവം ഒരു കള്ളക്കഥയാണോ എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത്. അത് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സബീഷ് സാവിത്രി നാരായണൻ, ദ ലോസ്റ്റ് ഹിസ്റ്ററി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചോദ്യത്തിനുള്ളൊരു ഉത്തരം അല്ലെങ്കിൽ എൻ്റെ ഈ സംശയത്തിനുള്ളൊരു ഉത്തരം തരുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള സംഭവം ഇതാണ്: എന്താണ് ചന്ദ്രൻ? എൻ്റെ പൊന്നുവായി ഇത്രയും നേരം നിങ്ങൾ ഈ പറഞ്ഞ ബിൽഡപ്പ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്താണോ ചന്ദ്രൻ? ഇതുപോലെ നിങ്ങൾക്ക് അറിയില്ലേ? ഒന്നുമില്ലെങ്കിൽ ആ മാനത്തുനിന്ന് പോയി വൈകുന്നേരമായി കഴിഞ്ഞാൽ മാനത്ത് പോയി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനെ കാണാൻ പറ്റില്ല. നിങ്ങളിത് നോക്കിയിട്ടില്ലേ എന്നൊക്കെയാവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും ഇപ്പം ചോദിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യത. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ പലപ്പോഴും ആകാശത്തേക്ക് നോക്കാറുണ്ട്, തെളിഞ്ഞ പൂർണ്ണചന്ദ്രനെ നോക്കി നിൽക്കാറുണ്ട്, ഒരുപാട് തവണ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഞാൻ കണ്ടത് നിങ്ങളെല്ലാം പറയുന്ന ഈ ഒരു ചന്ദ്രനല്ല. എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് ഭൂമിയാണ്. അതായത് നമ്മളെല്ലാം പറഞ്ഞു പഠിപ്പിച്ച ആ ഒരു ഭൂമി, അതാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താന്നറിയാം, സ്വന്തം ചാനൽ വന്നിരുന്നിട്ട് എന്തൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ വീണ്ടും തോന്നാൻ സാധ്യതയാണ്. ഏതായാലും ഈ ഒരു സംഭവം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കും. ഈ സാധനം ഇതാണ് ചെറുപ്പം മുതലേ നമ്മളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് വെച്ച ഭൂമി അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത്. എല്ലാവരും സൂക്ഷിച്ച് നോക്കിക്കോ, ഇനി ആരും മാറ്റി പറയാൻ നിൽക്കരുത്. അടുത്തത് ഇത് ചന്ദ്രൻ. അതായത് നിലാവുള്ള രാത്രികൾ മാനത്തേക്ക് അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കിയാൽ ഞാനും നിങ്ങളുമെല്ലാം ഒരുപാട് തവണ കണ്ടിട്ടുള്ള അതേ ചന്ദ്രൻ. ഏതായാലും ഈ ഒരു രണ്ട് ചിത്രങ്ങളും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അതായത് ഭൂമി എന്ന് നമ്മളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് വെച്ച ആദ്യത്തെ പിക്ചറിൽ കണ്ട അതേ സംഭവങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്ക് ഇവിടെ ഈ രണ്ടാമത്തെ പിക്ചറിലും കാണുന്നത്? ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഭൂമി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ച ആദ്യത്തെ പിക്ചറിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്ക് ഇവിടെ ഈ രണ്ടാമത്തെ പിക്ചറിലും കാണുന്നത്?
എങ്ങനെയാണ് ഈ ഒരു ഇത്രയും സാമ്യം, ഇത് രണ്ടിനും ഇത്രയും ഒരു സാമ്യം വരാൻ കാരണം എന്നുള്ളത് ഞാൻ കുറെ അന്വേഷിച്ചു നോക്കി, എനിക്ക് കിട്ടിയിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം അറിയുമെങ്കിൽ അവർ താഴെ കമന്റ് ബോക്സിൽ വന്ന് അതിന്റെ ഉത്തരം പറഞ്ഞു തരുമെന്ന്. സത്യം പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഈ ഒരു സംശയം ഒന്നും കൂടി ബലപ്പെടാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു കഴിഞ്ഞ ആഴ്ച മിത്രാത്മജൻ മിത്രൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്തും ഇതേ കാര്യമാണ് പറയുന്നത്. എന്റെ ആ നിഴൽ ഭൂമിയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ പകുതി ഭാഗം കറക്റ്റ് യോജിച്ചു വരും. അതെങ്ങനെ ഭൂമിയുടെ വേൾഡ് മാപ്പും ചന്ദ്രന്റെ നിഴൽ മാപ്പും ജോയിൻ ആവുന്നത്? അതായത് ചന്ദ്രന്റെ നിഴല് അതിന് പകുതി ഭാഗം ഭൂമി വേറെ എടുക്കുന്നുണ്ട്, പകുതി ഏരിയ ഭൂമിയുടെ വേൾഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മാച്ച് ആവും. ആഫ്രിക്കയും ഇന്ത്യയും ഒക്കെ ചന്ദ്രനിലൊക്കെ കാണാം, ആഫ്രിക്ക കാണാം, ഇന്ത്യ കാണാം. അതെങ്ങനെ? ഏതായാലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കൂടി ഇതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഏതായാലും ആ ഒരു വീഡിയോ കൂടി കാണാൻ പോകുന്നവർക്ക് വലിയൊരു വിരുന്നാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം വെറും ചന്ദ്രന്റെ കാര്യം മാത്രമല്ല ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നത്, നമ്മുടെ എല്ലാം കിളി പോകുന്ന ഒരുപാട് വിവരങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോക്കകത്ത് അദ്ദേഹം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എന്തായാലും അതായത് ഇത്തരം വിഷയങ്ങൾ താല്പര്യമുള്ള എല്ലാവരും ആ ഒരു വീഡിയോ കൂടി പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ട മറ്റൊന്നുമല്ല, എനിക്ക് വേണ്ടത് നിങ്ങളുടെ ചിന്തകളെയാണ്. അതായത് എൻ്റെ സംശയം നിങ്ങളുടെ കൂടി സംശയമാക്കി മാറ്റുക, അല്ലെങ്കിൽ നിങ്ങളോട് കൂടി ചേർന്ന് ഇതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നതിൻ്റെ മാത്രം ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ഒരു കണ്ടന്റ് എടുക്കാൻ കാരണം. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ ചിന്തകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. താഴെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ഞെക്കിയാൽ മതി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഏതായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.